എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഒരു സിനിമ എടുത്ത് എൻ്റെ ആൾക്കാരുടെ സമ്പത്ത് വരെ കടത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു രീതി. ഈ സിനിമയായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി മാധ്യമങ്ങളിൽ ഞാനും കാണുന്നുണ്ട്. പലരുടെയും കഥയാണിത്. പല കഥ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഇത് ഫിക്ഷണലായിട്ട് ഒരു ഫാമിലി, കേരളത്തിലെ ഏത് ഫാമിലിയിൽ വേണമെങ്കിലും നടക്കാവുന്ന, അതുപോലെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കാലം പറഞ്ഞ കഥ എന്ന സിനിമ റിലീസാവാനിരിക്കെ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണ്. കുറച്ചധികം ആളുകൾ ഈ സിനിമ ഇറക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് കൃത്യമായി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാറേ, ഈ സിനിമ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നതോടുകൂടി എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൂടെ ലക്ഷ്യമുണ്ടോ ഇതിനകത്ത്? എനിക്ക് ആ കുടുംബത്തിന് വല്ല ലക്ഷ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാഹ്യമായി ചില ആളുകൾ എന്നെ ഫോണിലൂടെയും ചിലപ്പോൾ നേരിട്ടും കണ്ട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ പരസ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്വപ്നമാണ്. സ്വപ്നം മാത്രമല്ല, ഈ സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നല്ല സിനിമാ താരങ്ങളൊക്കെ പ്രതിഫലം വളരെ കുറച്ച് അഭിനയിച്ച്, അതുപോലെ അജാസ് എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് ഒരു നായകനാക്കി കാണാനുള്ള സന്തോഷം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വന്നത്. എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ. ഒന്നാമത് നാടകം കൊണ്ട് 10-60 കൊല്ലം കൊണ്ട് എൻ്റെ സമ്പത്ത് മൊത്തവും നാടകത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തി. ഇപ്പോൾ ഒരു സിനിമ എടുത്ത് എൻ്റെ ആൾക്കാരുടെ സമ്പത്ത് വരെ കടത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു രീതി. ദയവായി ഈ സിനിമ നിങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ അനുവദിക്കുക. ഇങ്ങനെയുള്ള എന്നെപ്പോലെയുള്ള പാവപ്പെട്ട കലാകാരന്മാരെ ദയവായി ഉപദ്രവിക്കാതിരിക്കുക. ഇത് ലോകത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു സന്ദേശമാണ്. ആ സന്ദേശം കാണുവാൻ, കണ്ടിട്ട് നിങ്ങളെന്നെ ക്രൂശിക്കുക. ഇത്ര മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അജാസ്, നമസ്കാരം. ഹായ്. നമ്മുടെ ഈ സിനിമ കൃഷ്ണൻകുട്ടി സാറ് കഥ പറയുമ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ എങ്ങനെയാണ് തീരുമാനമെടുത്തത്, ഇത്ര ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട്? ഞാൻ ഇതുവരെ കേട്ടതിൽ എനിക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോൾ ആയതുകൊണ്ടും പിന്നെ നല്ലൊരു മെസ്സേജ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സിനിമ ചെയ്യാൻ ഇഷ്ടമായത്. ഈ സിനിമ ചെയ്തു തീർന്നിരിക്കുന്നു. ഈ സിനിമ റിലീസിന് വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടു തുടങ്ങുന്നത്. അതെ. അദ്ദേഹത്തിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച ആളാണ്. അപ്പോൾ ഇതിൻ്റെ കഥ പശ്ചാത്തലം എന്തായാലും എനിക്ക് അറിയായിരിക്കും. ഇങ്ങനൊരു ന്യൂസ് വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതെന്ന് അറിയില്ല. ഇത് ഫയൽ ചെയ്ത ആള്, ആ വ്യക്തി ഇത് സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ നമ്മൾ കുറേ ഫിക്ഷണലായിട്ട് ഒരു ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ ആ ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ് അത്. കേരളത്തിലെ ഏത് ഫാമിലിയിൽ വേണമെങ്കിലും അങ്ങനെ ഒരു സ്റ്റോറി നടക്കാം. അപ്പോൾ നമ്മളെ ഒരാളെയും ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെയും സ്റ്റോറി എടുത്ത് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഈ സ്റ്റോറി അല്ല എടുത്തേക്കുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ നടന്ന പല ഇൻസിഡൻറ്റുകളിലും ചെറിയ കാര്യം എടുത്ത് നമ്മൾ ഫിക്ഷണലായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കിയാണ് നമ്മൾ ഫിലിം ചെയ്തത്. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് അജാസിന് പറയാനുള്ളത്? ഒരു കേസ് കാരണം ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി പോകേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ കാണാണ്ടിരിക്കേണ്ട ഒരു സിനിമ അല്ല ഇത്. നമ്മൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു തോട്ടിൽ ഇത് ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റായിട്ട് കണക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും കുറേ ആളുകളുടെ അധ്വാനത്തെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ആഗ്രഹം ഇത് എല്ലാവരും പുറത്തിറങ്ങണം, എല്ലാ ആളുകളും കാണണം. നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റിനെ ആളുകൾ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയണം, അത് കേൾക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ഒരു സ്റ്റേ ആയി അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ടായി പോയി, നമ്മൾ റിലീസ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു. അപ്പം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ പല ആളുകളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയ ന്യൂസ് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പുറത്തിറങ്ങണം, ആളുകൾ കാണണം, ഇതിലെന്ത് സത്യമുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്താം. നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കത്തില്ലേ? പുസ്തകം വായിക്കുമ്പം
ചിലരെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുമല്ലോ, പഴയ കാര്യങ്ങളും ചില സംഭവങ്ങളും അങ്ങനെയൊക്കെ ഓർത്ത് പോകുന്ന ചില അത് നമുക്ക് മനസ്സിലാകത്തക്ക രൂപത്തിലെ ഒരു നല്ല സിനിമയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എൻ്റെ ഭർത്താവ്. പിന്നെ ഞാൻ അതിലൊരു തട്ടുകടക്കാരിയായിട്ടാണ്. അപ്പോൾ ഈ തട്ടുകടയിൽ പോലീസുകാർ പിന്നെ ഈ ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു അവനെ കൊണ്ടുവന്നത്. അപ്പം പറയുന്നത് മയക്കുമരുന്നിന് അടിമയാക്കുന്ന കുട്ടികളെ അങ്ങനെയുള്ള ബിസിനസ്സാണ് ഇവനെ വെറുതെ വിടാനൊക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ പ്രയോജനം ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പം ചില പഴയ കാര്യങ്ങളിലേക്ക് പോകുമ്പം ചില സ്വപ്നം പോലെ ചിലതൊക്കെ ഓർത്തെടുക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉള്ളിതിലാണ്. അല്ലാതെ ഇപ്പോൾ ഈ കേസുമായിട്ട് അവർക്ക് ആരെയും നമ്മൾ അടിച്ചതാക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. അങ്ങനൊരു നല്ല സിനിമയാണ് കാലം പറഞ്ഞ കഥ. കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുടുംബ ചിത്രമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന, ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന 2 മണിക്കൂറോളം കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പിന്നെ ഇതിനെപ്പറ്റി പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കുക. ആ കുടുംബത്തോട് ഞാൻ പറയുന്നു, അത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നല്ലൊരു സിനിമയാണ്, എല്ലാ പ്രേക്ഷകരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക. കൃഷ്ണൻകുട്ടി സാറിൻ്റെ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്ന ചിത്രത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വിവാദത്തിന് പോയവർ ഇതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണുകയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സമൂഹത്തിന് പ്രതിബദ്ധതയുണ്ടാകുന്ന ഒരു തീമാണ് ഈ സിനിമയിലൂടെ പുറത്തു വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ പല കുടുംബങ്ങളിൽ പല രീതിയിൽ ഉണ്ടാകാം. ഈ ചിത്രം കാണുന്നതോടുകൂടി നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അടിയന്തിരമായിട്ട് ഈ ചിത്രം കാണണം. നമ്മൾ വഴിതെറ്റിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ നമ്മളുടെ കുട്ടികളിൽ എങ്ങനെ ഉണ്ടാകുന്നു, അതെവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിലൂടെ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുഴുവൻ രക്ഷിതാക്കളും ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഈ പടം കാണിക്കണം. കുട്ടികൾ കാണുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും കാണേണ്ട ഒരു പടമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് സമൂഹത്തിന് ഒരു പ്രതിബദ്ധത ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തീമാണ് ഈ സിനിമ. ഈ സിനിമ വിജയിപ്പിക്കുന്നതിന് ജനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ടത്. ഞങ്ങൾ എല്ലാം ഇതിൽ അഭിനയിച്ച് ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഒരുപാട് ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ ഈ പടം കണ്ട് സ്വയം വിമർശിച്ച് അല്ലെങ്കിൽ അതിന് ശേഷം വിമർശനം നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാലം പറഞ്ഞ കഥയിൽ ചെറിയ ചണ്ടക്കാരൻ്റെ വേഷം ചെയ്യാൻ എനിക്ക് കൃഷ്ണൻകുട്ടി സാർ അവസരം ഉണ്ടാക്കി തന്നു. എൻ്റെ ആദ്യമായിട്ടുള്ള വേഷമായിരുന്നത്. പക്ഷേ ആ കാലം പറഞ്ഞ കഥ എന്ന സിനിമ ഒരാളെയും തൊട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ സമൂഹം കണ്ട് വിലയിരുത്തി ഞങ്ങളൊക്കെ കഴിവിനെയും ഞങ്ങളുടെ ഇതിനെ ഒന്ന് അംഗീകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരാളെപ്പോലും തൊട്ടിട്ടില്ല. കാരണം കൃഷ്ണൻകുട്ടി സാർ നാടകം എഴുതിയിട്ടുണ്ട്, പല നാടകങ്ങളും. അതിനകത്തും ഒരു വ്യക്തിയെപ്പോലും തൊട്ടിട്ടില്ല. ഇതിൻ്റെ പുറയിൽ ഏതോ ഒരു വികാരം കടന്നുകൂടി എന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് നിങ്ങൾ ജനം ബോധ്യപ്പെടേണ്ട ശേഷം തീരുമാനിക്കുക, ഞങ്ങൾ അംഗീകരിക്കുക, ആസ്വദിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളത്. സിനിമയെ സിനിമയായി കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏതൊരു പ്രേക്ഷകൻ്റെയും ദൗത്യം. ആ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെ നല്ല മെസ്സേജുകൾ മാത്രം ഉൾക്കൊള്ളുക, മോശമായതെല്ലാം അവിടെ കളഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ ആവരുത് എന്ന് ആഗ്രഹിച്ച് നമ്മുടെ കുടുംബത്തോടും കൂട്ടുകാരോടും നമ്മുടെ കുട്ടികളോടും ഉണർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൈതൃകവും അതുതന്നെയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സിനിമ നല്ലൊരു വിജയത്തിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും തൽക്കാലം ഞങ്ങളിവിടെ നിർത്തുകയാണ്. മറ്റു പരിചയപ്പെടുത്തലുകായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.